മഹീന്ദ്രയുടെ ആധുനിക വാഹന നിരയിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നൊരു വാഹനമാണ് മഹീന്ദ്ര ഥാർ. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്പോർട്സ് വാഹനപ്രേമികൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഥാർ. ഥാർ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഥാറും തുടക്കത്തിലുള്ള ഥാറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതായത് മഹീന്ദ്ര MM540 നിന്നാണ് ശരിക്കും ഈ ഥാറിൻ്റെ പ്രാഗ്രൂപം തുടങ്ങുന്നത്. ഈ MM540 എന്ന് പറയുന്ന വാഹനത്തെ കുറേ കൂടി പരിഷ്കരിച്ചുകൊണ്ടാണ് അവർ 2010 ഥാർ എന്ന് പറയുന്ന മോഡൽ വിപണിയിൽ ഇറക്കുന്നത്. അത് നല്ല ഭംഗിയുള്ള ഒരു വാഹനമായിരുന്നു. അതിൽ രണ്ട് തരത്തിലുള്ള എഞ്ചിൻ അവർ ഉപയോഗിച്ചിരുന്നു. ഒന്ന് കോമൺ റെയിൽ CRDI എഞ്ചിനും CRDI എഞ്ചിന് പകരം മുമ്പേ നേരത്തെയുള്ള അവരുടെ DI എഞ്ചിനും അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ആ വാഹനത്തിനുണ്ടായിരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ പലപ്പോഴും ഈ ജീപ്പുകളും അതുപോലെ ഇപ്പോൾ MM540 ഒക്കെ ആകുമ്പോൾ അതിനൊക്കെ സോഫ്റ്റ് ബോഡി ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ അത് എയർ കണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുക, അതുപോലെ അതിനകത്ത് ഇപ്പോൾ സാധനങ്ങളൊക്കെ സേഫായിട്ട് നമുക്കിപ്പോൾ ഒരു കാറിൻ്റെ ഡിക്കിയിലോ അല്ലെങ്കിൽ ഒരു കാറിനകത്തോ വെക്കുന്ന പോലെ സേഫായിട്ട് വെക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ബാഗുകളും ഇതൊന്നും അതിനകത്ത് അത്ര സേഫായിട്ട് വെക്കാൻ പറ്റില്ല, കാരണം സോഫ്റ്റ് ബോഡിയാണ്. അപ്പോൾ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് ക്യാബിൻ മാത്രം, ഇപ്പോൾ MM540 ഫ്രണ്ട് ക്യാബിൻ മാത്രമായിട്ട് മെറ്റൽ ക്യാബിനാക്കിയിട്ട് അത് AC ചെയ്യുകയും അതിനകത്ത് സാധനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഫുൾ ബോഡി മെറ്റൽ ആയിട്ട് വരുന്നത് ഥാർ എന്ന് പറയുന്ന വാഹനമാണ്. അത് ദൂരയാത്രകൾക്ക് വളരെ കംഫർട്ടബിളായിരുന്നു, അതുപോലെ തന്നെ ഓഫ് റോഡിങ്ങിനും കംഫർട്ടബിളായിരുന്നു, പിന്നെ കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു വാഹനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഥാർ ആ വിപണിയിൽ നന്നായിട്ട് മൂവ് ചെയ്തു. ആദ്യ മോഡൽ ഥാർ അതിൽ രണ്ട് തരത്തിലുള്ള എഞ്ചിനും ഉണ്ടായിരുന്നു. ഒന്ന് CRDI എഞ്ചിൻ, അതുപോലെ തന്നെ അല്ലാതെയുള്ള DI എഞ്ചിനും, ലാറ്റർ ഇഞ്ചക്ഷൻ എഞ്ചിനുണ്ടായിരുന്നു. DI എഞ്ചിനായിരുന്നു കൂടുതൽ മൈലേജ് ഉണ്ടായിരുന്നത്, പക്ഷേ CRDI എഞ്ചിനായിരുന്നു കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ. അങ്ങനെ ആ ഥാറിനെ വീണ്ടും പൂർണ്ണമായ മാറ്റം വരുത്തിക്കൊണ്ട് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഥാർ അവർ ഇറക്കിയിരിക്കുന്നത്. 2022 ഇറക്കിയിരിക്കുന്ന ഥാർ എന്ന് പറയുന്നത് അതിനെ പൂർണ്ണമായും മാറ്റം വരുത്തി 2 ഡോർ വാഹനമായിട്ട്. അതിൽ യഥാർത്ഥത്തിൽ ഥാറിൽ 4 പേർക്കാണ് ഇപ്പോഴത്തെ പുതിയ ഥാറിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അത് കൂടുതൽ ലഗേജുമായിട്ടൊക്കെ ദൂരയാത്രകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ 2 പേർക്കാണത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ അതേസമയം ഈ 2 പേർക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഏത് തരത്തിലുള്ള റോഡിലൂടെയും, അത് നാഷണൽ ഹൈവേകളായാലും ശരി അല്ലെങ്കിൽ ഓഫ് റോഡായാലും ശരി, ഏറ്റവും കംഫർട്ടബിളായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് ഇന്ത്യയിൽ ഥാർ തന്നെയാണ്. ഥാറിന് ധാരാളം ഥാറിനിപ്പോൾ പുതിയ 4 ഡോർ വേരിയൻറ്റ് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മഹീന്ദ്ര. ഉടനെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത മാസങ്ങളിൽ തന്നെ ഈ പുതിയ 4 ഡോർ വേരിയൻറ്റ് ഥാർ റോഡിലിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ മഹീന്ദ്രയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് വാഹനമായിട്ട് ഈ ഥാർ മാറിയിട്ടുണ്ട്.